Dear students, welcome to another session. മോഡ്യൂൾ 4 ഇനി ഒരു ടോപ്പിക് കൂടിയാണുള്ളത്, റാൻഡമൈസ്ഡ് ആൽഗോരിതം. സോ അത് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കണം. പൈത്തണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡ്യൂൾ റാൻഡം മോഡ്യൂൾ. എന്താണ് റാൻഡം മോഡ്യൂൾ? സോ ഇറ്റ്സ് എ പാക്കേജ് or it's a module and it will have various functions to generate random numbers and we can perform random operations. സോ റാൻഡം മോഡ്യൂളിൽ ഡിഫറെൻറ്റ് റാൻഡം ഫങ്ഷൻസ് അവൈലബിൾ ആണ്. റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പല രീതിയിൽ റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാം. അതിനുള്ള എക്സാമ്പിൾസ് നോക്കാം. ഇത് കമാൻഡ് വിൻഡോയിൽ തന്നെ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാൻ റാൻഡം ഫങ്ഷൻ. സോ ഇറ്റ്സ് അവൈലബിൾ ഇൻ റാൻഡം മോഡ്യൂൾ. സോ എങ്ങനെ കൊടുക്കാം? random ഫങ്ഷൻ. ഇറ്റ് വിൽ റിട്ടേൺ എ റാൻഡം ഫ്ലോട്ട് നമ്പർ ബിറ്റ്വീൻ 0 and 1. 0ക്കും 1നും ഇടയ്ക്കുള്ള ഫ്ലോട്ട് നമ്പർ, റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലോട്ട് നമ്പർ റിട്ടേൺ ചെയ്യും. എൻ്റർ ചെയ്ത് നോക്കാം. കണ്ടോ, ഒരു ഫ്ലോട്ട് നമ്പർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് റാൻഡമായിട്ടാണ് പിക്ക് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നത്. ഒരു തവണ കൂടി ജനറേറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, മറ്റൊരു ഡിഫറെൻറ്റ് നമ്പർ കിട്ടി. അപ്പോൾ ഓരോ തവണയും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു റാൻഡം നമ്പർ ആയിരിക്കും, ഫിക്സഡ് നമ്പർ ആയിരിക്കില്ല. You will get a random number. So the random function returns a float number that's between 0 and 1. Then a specified range നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും in order to generate a random float number. So അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാം, random.uniform. then ഒരു റേഞ്ച് കൊടുക്കാം. ഞാൻ അവിടെ കൊടുക്കുന്നത് 1,10. So it returns a random float between 1 and 10. കണ്ടോ, ഒരു ഫ്ലോട്ട് നമ്പർ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 1 and 10. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, മറ്റൊരു റാൻഡം നമ്പർ കിട്ടിയിട്ടുണ്ട്. സോ രണ്ട് ഫങ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്തു. സോ ഇപ്പോൾ പറഞ്ഞതെല്ലാം ഫ്ലോട്ട് നമ്പർ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഒരു ഇൻറ്റീജർ നമ്പർ, റാൻഡം ഇൻറ്റീജർ നമ്പർ എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാം, random.randint. ഇതിന് ഒരു റേഞ്ച് കൊടുക്കാം 1,10. മീനിങ് ഇതാണ്, ഇറ്റ് റിട്ടേൺസ് എ റാൻഡം ഇൻറ്റീജർ ബിറ്റ്വീൻ 1 and 10. കണ്ടോ, ഒരു റാൻഡം ഇൻറ്റീജർ നമ്പർ ജനറേറ്റ് ചെയ്തു. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം. ഓരോ തവണയും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് നമ്പർ ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ വർക്കിംഗ് വിത്ത് സീക്വൻസ്. ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് ഒരു റാൻഡം എലമെൻറ്റ് എങ്ങനെ പിക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ റാൻഡമായിട്ട് പിക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാം, random.choice. ആർഗ്യുമെൻ്റ് ആയിട്ട് ലിസ്റ്റ് കൊടുക്കുക. സോ ലിസ്റ്റ്, ഞാനിവിടെ 3 സ്ട്രിങ്സ് ആണ് എലമെൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്നത്, റെഡ്, ദെൻ ഗ്രീൻ ആൻഡ് ബ്ലൂ. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 3 എലമെൻറ്റ്സ് റാൻഡമായിട്ട് പിക്ക് ചെയ്യും. റാൻഡമായിട്ട് ഒരു എലമെൻ്റ് ആയിരിക്കും പിക്ക് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാം. റാൻഡമായിട്ട് ഒരു എലമെൻറ്റ് പിക്ക് ചെയ്തു. സെയിം കമാൻഡ് തന്നെ ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യും. ഓരോ തവണയും പിക്ക് ചെയ്യുന്നത് റാൻഡമായിട്ടായിരിക്കും. ദെൻ ഷഫിൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. റാൻഡമായിട്ട് ഷഫിൾ ചെയ്യാൻ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ റാൻഡമായിട്ട് ഷഫിൾ ചെയ്യാനായിട്ട് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. നമുക്കൊരു ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാം. ഇങ്ങനെ കൊടുത്തു, n = ലിസ്റ്റ്. അവിടെ വരുന്ന എലമെൻറ്റ്സ് 1, 2, 3, 4 and 5. 5 നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റാൻഡമായിട്ട് ഷഫിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാം, random.shuffle. ആർഗ്യുമെൻ്റ് ആയിട്ട് ലിസ്റ്റ് നെയിം കൊടുക്കാം, ഇപ്പോൾ n. അത് ഷഫിൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ലിസ്റ്റ് നെയിം കൊടുക്കാം, ഒന്ന് എൻ്റർ ചെയ്യുക. കണ്ടോ, അത് ഷഫിൾ ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടി ഷഫിൾ ചെയ്ത് നോക്കാം. സെയിം കമാൻഡ് ഒന്നുകൂടി കൊടുത്ത് നോക്കാം. ദെൻ ചെക്ക് ദ ലിസ്റ്റ്. കണ്ടോ, വീണ്ടും ഷഫിൾ ആയിട്ടുണ്ട്. ഒരു ലിസ്റ്റ് റാൻഡം രീതിയിൽ ഷഫിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇതേപോലുള്ള റാൻഡം ഫങ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന റാൻഡം ഫങ്ഷൻസ് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ദെൻ ഈ ഒരു ക്ലാസ്സിൽ മറ്റൊരു കാര്യം കൂടി പറയാം. ഞാനൊരു പ്രോഗ്രാമിൽ ഫോർ ലൂപ്പ് കൊടുക്കുകയാണ്. ഹലോ എന്ന് പറയുന്ന 5 ടൈംസ് പ്രിൻറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തു, ഫോർ വേരിയബിൾ i in range
5. Then print hello. അതിൻ്റെ മീനിങ് എന്താണ്? ആ ഒരു ഫോർ ലൂപ്പ് 0 to 4 വരെ എക്സിക്യൂട്ട് ചെയ്യും. സോ ഇറ്റ് വിൽ പ്രിന്റ് ഹലോ 5 times. ബട്ട് ആ ഒരു വേരിയബിൾ ഐ എന്ന് പറയുന്നത് ഈ ഒരു ഫോർ ലൂപ്പിൽ യൂസ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ആൻ അൺയൂസ്ഡ് വേരിയബിൾ. ആ ഒരു ഫോർ ലൂപ്പിൽ ഐ എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള അൺയൂസ്ഡ് വേരിയബിൾസ് ഫോർ ലൂപ്പിൽ വരുമ്പോൾ ഇവിടെ കൺവെൻഷണൽ മെത്തേഡ് ഇതാണ്. അൺയൂസ്ഡ് വേരിയബിളിന് പകരം അണ്ടർസ്കോർ യൂസ് ചെയ്യും. So underscore is a conventional name for variable whose value is intentionally ignored in the loop. പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നില്ല, ഇൻറ്റൻഷനലി ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. അത്തരം വേരിയബിൾസ് ആണ് അൺയൂസ്ഡ് വേരിയബിൾ. അതിൻ്റെ ഒരു കൺവെൻഷണൽ നെയിമാണ് അണ്ടർസ്കോർ. ഇത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല, എറർ ഒന്നും വരത്തില്ല. അണ്ടർസ്കോറിന് പകരം ഐ കൊടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. ബട്ട് ഒരു കൺവെൻഷണൽ മെത്തേഡ് ഇതാണ്. Conventional name for variable whose value is intentionally ignored. അത് പല ടെക്സ്റ്റ് ബുക്സിലും കൊടുത്തിട്ടുണ്ട്, പല സ്ഥലത്തും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ യൂസ് മനസ്സിലാക്കുക, അത് എന്താണെന്നുള്ള കറക്റ്റായിട്ട് അറിയുക. എവിടെയെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ എന്താണ് റാൻഡമൈസ്ഡ് അൽഗോരിതം എന്ന് പറയാം. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, താങ്ക് യു.